സംഖ്യ അധ്യായം 21. ഇസ്രായേൽ അത്താറിം വഴി വരുന്നെന്ന് നെഗബിൽ വസിച്ചിരുന്ന കാനാന്യനായ അരാദിലെ രാജാവ് കേട്ടു. അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് കുറേ പേരെ തടവുകാരാക്കി. ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു, അങ്ങ് ഈ ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും. കർത്താവ് ഇസ്രായേൽ പറഞ്ഞത് ശ്രവിച്ച് കാനാന്യരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ കാനാന്യരെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേര് ലഭിച്ചു. ഏദോം ചുറ്റിപ്പോകാൻ ഹോർമലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അനന്തരം ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് ഓബോത്തിൽ ചെന്ന് പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് മൊവാബിനെതിരെയുള്ള മരുഭൂമിയിൽ ഇയെ അബറീമിൽ കിഴക്ക് ദിക്കിന് അഭിമുഖം പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സേരദ് താഴ്വരയിൽ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് അർണോൺ നദിയുടെ മറുകരയിൽ പാളയമടിച്ചു. മരുഭൂമിയിൽ അമോര്യരുടെ അതിർത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അർണോൺ അമോര്യരുടെയും മോവാബ്യരുടെയും മധ്യേയുള്ള അതിരാണ്. അതിനാൽ കർത്താവിൻ്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സൂഫായിലെ വാഹബ് വരെ ഞങ്ങൾ മുന്നേറി. അർണോൺ താഴ്വരയിലൂടെ ആറിൻ്റെ ആസ്ഥാനം വരെ നീണ്ടുകിടക്കുന്ന താഴ്വരയുടെ ചെരുവുകളിലൂടെ. അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി. ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ്. ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി, കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ച് പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ചെങ്കോലും ദണ്ടുകളും കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ. അവർ ബേറിൽ നിന്ന് മത്താനായിലേക്ക് യാത്ര തുടർന്നു. മത്താനായിൽ നിന്ന് നഹലിയേലിലേക്കും അവിടെ നിന്ന് ബാമോത്തിലേക്കും, ബാമോത്തിൽ നിന്ന് മരുഭൂമിക്കെതിരെ സ്ഥിതി ചെയ്യുന്ന പിസ്ഗ ഗിരിശൃംഗത്തിന് താഴെയുള്ള മൊവാബ് ദേശത്തെ താഴ്വരയിലേക്കും പോയി. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറഞ്ഞു, നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നുപോകാൻ ഞങ്ങളെ അനുവദിച്ചാലും ഞങ്ങൾ വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ കടക്കുകയില്ല, കിണറുകളിലെ വെള്ളം കുടിക്കുകയുമില്ല. നിങ്ങളുടെ അതിർത്തി കടക്കുവോളം ഞങ്ങൾ രാജപാതയിലൂടെ തന്നെ യാത്ര ചെയ്തു കൊള്ളാം. എന്നാൽ തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ സീഹോൻ ഇസ്രായേലിനെ അനുവദിച്ചില്ല. അവൻ തൻ്റെ ജനത്തെയെല്ലാം കൂട്ടി ഇസ്രായേലിനെതിരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. യാഹാസിൽ വെച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിനിരയാക്കി. അർണോൺ മുതൽ യാബോക്ക് വരെ, അമ്മോന്യരുടെ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന അവൻ്റെ ദേശം കൈവശപ്പെടുത്തി.
യാസേറായിരുന്നു അമ്മോന്യരുടെ അതിർത്തി. ഇസ്രായേൽ ഈ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു. ഹെഷ്ബോൺ ഉൾപ്പെടെയുള്ള അമോര്യരുടെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവർ വാസമുറപ്പിച്ചു. ഹെഷ്ബോൺ അമോര്യ രാജാവായ സീഹോന്റെ നഗരമായിരുന്നു. അവൻ മോവാബിലെ മുൻ രാജാവിനോട് യുദ്ധം ചെയ്ത് അർണോൺ വരെയുള്ള അവൻ്റെ ദേശമത്രയും പിടിച്ചടക്കിയിരുന്നു. അതുകൊണ്ടാണ് ഗായകർ പാടുന്നത്: ഹെഷ്ബോണിലേക്ക് വരുവിൻ, അത് പുതുക്കിപ്പണിയുവിൻ, സീഹോന്റെ നഗരം പുനഃസ്ഥാപിക്കുവിൻ. എന്തെന്നാൽ ഹെഷ്ബോണിൽ നിന്ന് അഗ്നി പ്രവഹിച്ചു, സീഹോൻ പട്ടണത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ മോവാബിലെ പട്ടണത്തെ വിഴുങ്ങി. അർണോൺ ഗിരികളെ അത് വലയം ചെയ്തു. മോവാബേ, നിനക്ക് ദുരിതം, കെമോഷ് നിവാസികളെ നിങ്ങൾക്ക് നാശം. അവൻ തൻ്റെ പുത്രന്മാരെ അഭയാർത്ഥികളും പുത്രിമാരെ വിപ്രവാസികളുമാക്കി അമോര്യനായ സീഹോൻ രാജാവിന് നൽകി. നമ്മൾ ഹെഷ്ബോണിൻ്റെ സന്തതികളെ ദിബോൺ വരെ സംഹരിച്ച് മെദേബ വരെ അഗ്നി കൊണ്ട് അവരെ നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് താമസമാക്കി. രഹസ്യ നിരീക്ഷണം നടത്താനായി മോശ ആളുകളെ യാസേറിലേക്ക് അയച്ചു. അവർ ഗ്രാമങ്ങൾ പിടിച്ചടക്കുകയും അവിടെ ഉണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളയുകയും ചെയ്തു. പിന്നീട് ഇസ്രായേൽക്കാർ ബാഷാനിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്തു. ബാഷാൻ രാജാവായ ഓഗ് തൻ്റെ സകല ജനത്തെയും കൂട്ടി വന്ന് എദ്രയിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: അവനെ ഭയപ്പെടേണ്ട, അവനെയും അവൻ്റെ ജനത്തെയും ദേശത്തെയും നിനക്ക് ഞാൻ വിട്ടുതന്നിരിക്കുന്നു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നിങ്ങൾ അവനോടും ചെയ്യണം. അങ്ങനെ ഇസ്രായേൽക്കാർ ഓഗിനെയും അവൻ്റെ പുത്രന്മാരെയും സകല ജനത്തെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി അവൻ്റെ ദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു. Chapter 21. When the Canaanite king of Arad, who lived in the Negeb, heard that the Israelites were coming along the way of Atharim, he engaged them in battle, and took some of them captive. Israel then made this vow to the Lord: If you deliver this people into my hand, I will doom their cities. Later, when the Lord heeded Israel's prayer and delivered up the Canaanites, they doomed them and their cities. Hence that place was named Hormah. From Mount Hor they set out on the Red Sea road to bypass the land of Edom. But with their patience worn out by the journey, the people complained against God and Moses. Why have you brought us up from Egypt to die in this desert, where there is no food or water? We are disgusted with this wretched food. In punishment the Lord sent among the people serpents, which bit the people, so that many of them died. Then the people came to Moses and said, We have sinned in complaining against the Lord and you. Pray the Lord to take the serpents from us. So Moses prayed for the people, and the Lord said to Moses, Make a seraph and mount it on a pole, and if anyone who has been bitten looks at it, he will recover. Moses accordingly made a bronze serpent and mounted it on a pole, and whenever anyone who had been bitten by a serpent looked at the bronze serpent, he recovered. The Israelites moved on and encamped in Oboth. Setting out from Oboth, they encamped in Abarim in the desert fronting Moab on the east. Setting out from there, they encamped in the Wadi Zered. Setting out from there, they encamped on the other side of the Arnon, in the desert that extends from the territory of the Amorites, for the Arnon forms Moab's boundary with the Amorites. Hence it is said in the book of the wars of the Lord, Waheb in Suphah and the Wadis, Arnon and the Wadi gorges that reach back toward the site of Ar and slant to the border of Moab. From there they went to Beer, where there was the well of which the Lord said to Moses, Bring the people together, and I will give them water. Then it was that Israel sang this song, Spring up, O well, so sing to it, the well that the princes sank, that the nobles of the people dug with their scepters and their staffs.
From Beer they went to Mattanah, from Mattanah to Nahaliel, from Nahaliel to Bamoth, from Bamoth to the cleft in the plateau of Moab at the headland of Pisgah that overlooks Jeshimon. Now Israel sent men to Sihon king of the Amorites with the message, Let us pass through your country. We will not turn aside into any field or vineyard, nor will we drink any well water, but we will go straight along the royal road until we have passed through your territory. Sihon, however, would not let Israel pass through his territory, but mustered all his forces and advanced into the desert against Israel. When he reached Jahaz, he engaged Israel in battle. But Israel defeated him at the point of the sword, and took possession of his land from the Arnon to the Jabbok, and as far as the country of the Ammonites, whose boundary was at Jazer. Israel seized all the towns here, and settled in these towns of the Amorites, in Heshbon and all its dependencies. Now Heshbon was the capital of Sihon, king of the Amorites, who had fought against the former king of Moab, and had seized all his land from Jazer to the Arnon. That is why the poets say, Come to Heshbon, let it be rebuilt. Let Sihon's capital be firmly constructed. For fire went forth from Heshbon, and a blaze from the city of Sihon. It consumed the cities of Moab, and swallowed up the high places of the Arnon. Woe to you, O Moab! You are ruined, O people of Chemosh! He let his sons become fugitives, and his daughters be taken captive by the Amorite king Sihon. Their plowland is ruined from Heshbon to Dibon. Ar is laid waste, fires blaze as far as Medeba. When Israel had settled in the land of the Amorites, Moses sent spies to Jazer. Israel then captured it with its dependencies, and dispossessed the Amorites who were there. Then they turned and went up along the road to Bashan. But Og, king of Bashan, advanced against them with all his people to give battle at Edrei. The Lord, however, said to Moses, Do not be afraid of him, for into your hand I will deliver him with all his people and his land. Do to him as you did to Sihon, king of the Amorites, who lived in Heshbon. So they struck him down with his sons and all his people, until not a survivor was left to him, and they took possession of his land.